നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. വേൾഡ് റാപ്പിഡ് ടീം ചാമ്പ്യൻഷിപ്പിൽ തകർപ്പൻ ഗെയിമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചെസ് ഇതിഹാസം വിശ്വനാഥൻ ആനന്ദും അർജുൻ എർഗേസിയും തമ്മിൽ നടന്ന ഗെയിമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ അർജുൻ വൈറ്റ് സൈഡും ആനന്ദ് ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് D4 മൂവിന്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്യുന്നു. ഇന്ത്യൻ ഗെയിമാണ്. വൈറ്റ് C4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്ത ശേഷം ബ്ലാക്ക് D5 മൂവ് ചെയ്തതോടെ ഗെയിം ക്വീൻസ് ക്യാബിന്റെ ഡിക്ലൈൻഡ് വേരിയേഷനിലേക്ക് മാറിയിരിക്കുകയാണ്. വൈറ്റ് E3 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പ് വെച്ച് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ E7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. വൈറ്റ് B3 മൂവ് ചെയ്ത ശേഷം കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. വൈറ്റും ബിഷപ്പിനെ D3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്ലിംഗുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്ത ശേഷം കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ബ്ലാക്ക് അടുത്ത നൈറ്റിനെ C6 ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ B7 ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവാണ്. പോൺ വെച്ച് പോണിട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചിട്ടുന്നു. അതിനുശേഷം ബ്ലാക്ക് നൈറ്റിനെ B4 കൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ E2 മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ബിഷപ്പിനെ കൂടെ ഈ ഡയഗണിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം B6 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്ത ശേഷം ബിഷപ്പിനെ B7 ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ C1 കൊണ്ടുവന്ന ശേഷം ബ്ലാക്ക് ഈ ഡയഗണൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് പോൺ വെച്ച് പോണിട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചിട്ടുന്നു. ഇപ്പോൾ വൈറ്റിന്റെ ഈ C4 പോണിന് ബിഷപ്പിന്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ബ്ലാക്ക് ആ പോണിനെ നേരിട്ടെടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ C8 കൊണ്ടുവരുന്നു. ഇത് ചെറിയൊരു ട്രിക്കാണ്. ഇവിടെ ഇപ്പോൾ വൈറ്റ് വേറെ എന്തെങ്കിലുമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ബ്ലാക്കിന് ആദ്യം ബിഷപ്പ് വെച്ച് നൈറ്റിനോട് എടുക്കാം. ഇപ്പോൾ പോൺ വെച്ച് വെട്ടിയാൽ കിങ് സൈഡ് വീക്കാകുന്നുള്ളതുകൊണ്ട് ബിഷപ്പ് വെച്ച് തന്നെ തിരിച്ചോട്ടേണ്ടി വരും. അതോടെ ബിഷപ്പ് വെച്ച് ആ പോണിലുള്ള സപ്പോർട്ട് നഷ്ടപ്പെടുകയും ബ്ലാക്കിനെ റൂക്ക് വെച്ച് ആ പോണിനെ വിട്ടെടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് അർജുൻ ഇവിടെ അഡ്വാൻസ് ആയിട്ട് ആ നൈറ്റിനോട് മാറ്റാണ്. നൈറ്റിനെ E5 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇതോടെ വൈറ്റിന്റെ നൈറ്റ് ബോർഡിന്റെ സെന്ററിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ബ്ലാക്ക് വേഗം തന്നെ ആ നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ D7 കൊണ്ടുവന്ന് വൈറ്റിനെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് നൈറ്റിനോട്ടുന്നു. ബ്ലാക്ക് ക്വീനെ വെച്ച് തിരിച്ചോട്ടുന്നു. ഇവിടെ വൈറ്റ് D5 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് F8 റൂക്കിനെ D8 കൊണ്ടുവരുന്നു. വൈറ്റ് ആദ്യം ഈ നൈറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് A3 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ആ നൈറ്റിന് സേഫ് ആയിട്ട് പോകാൻ ഈ A6 സ്കോർ മാത്രമേ ഉള്ളൂ എങ്കിലും ബ്ലാക്കിന് വേണമെങ്കിൽ ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ സേഫ് ആയിട്ടുള്ള A6 മാറ്റുന്നതിന് പകരം നൈറ്റിനെ C6 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യാം. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്വീനെ പോയി തിരിച്ചൊട്ടിക്കൊണ്ട് ഇങ്ങനൊരു മെയ്റ്റിൻ ത്രെട്ട് കൊടുക്കുന്നതോടൊപ്പം ക്വീനെതിരെ ഡിസ്കൗണ്ട് അറ്റാക്കും കൊടുക്കാം. എതിരെ കളിക്കുന്നത് വളരെ സ്ട്രോങ് പ്ലെയർ ആയതുകൊണ്ട് തന്നെ ലാഫങ്കട്ടി നൈറ്റിനെ തിരിച്ചു കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ബിഷപ്പ് വെച്ചോ ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കൊണ്ടാവും അദ്ദേഹം ഇപ്പോൾ ആ ഒരു വേരിയേഷനിലേക്ക് പോകുന്നില്ല. പകരം നൈറ്റിനെ സേഫ് ആയിട്ടുള്ള A6 മൂവ് ചെയ്യുന്നു. ഗെയിമിൽ ഇപ്പോഴും രണ്ടുപേർക്കും തുല്യ സാധ്യതകൾ തന്നെയാണുള്ളത്. ഇനിയാണ് ശരിക്കുള്ള ഗെയിം ആരംഭിക്കുന്നത്. അർജുൻ ഇവിടെ വളരെ വലിയൊരു അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. അതിനായിട്ട് ആദ്യം നൈറ്റിനെ E4 കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ ഈ നൈറ്റിനെ ബോർഡിന്റെ സെന്ററിലേക്ക് കൊണ്ടുവരിക എന്നതല്ല പ്രധാന ഉദ്ദേശം. ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഈ ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുക എന്നതാണ്. ഇപ്പോൾ വൈറ്റിന്റെ നൈറ്റ് ബോർഡിന്റെ സെന്ററിലും ബ്ലാക്കിന്റെ നൈറ്റ് ബോർഡിന്റെ സൈഡിലുമാണ് ഉള്ളത്. ബ്ലാക്ക് ആ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നൈറ്റിനെ C5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ക്വീനെ D4 കൊണ്ടുവന്ന് ആ നൈറ്റിന് സപ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഈ നൈറ്റിന് സപ്പോർട്ടാണ്. അതുപോലെ ഇതൊരു മെയ്റ്റിൻ ത്രെട്ടും ആണ്. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അടുത്ത മൂവിൽ തന്നെ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം F6 മൂവ് ചെയ്തുകൊണ്ട് ക്വീൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് നൈറ്റ് വെച്ച് നൈറ്റ് കൊണ്ടുവന്നു. ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചെട്ടിക്കൊണ്ട് G7 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ക്വീനെതിരെ അറ്റാക്കും കൊടുക്കുന്നു. ഇവിടെ അർജുൻ അടുത്തൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ക്വീനെ G4 മൂവ് ചെയ്തുകൊണ്ട് G7 പോണിനെ പിൻ ചെയ്യുന്നതോടൊപ്പം E6 സ്ക്വയറിലേക്ക് ഒരു അറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ഇനി ഈ പിൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബിഷപ്പ് വെച്ച് ഈ F6 പോണിനെ എടുക്കാം. ബ്ലാക്ക് ഒറ്റ മൂവിൽ തന്നെ ഈ രണ്ട് പ്രശ്നങ്ങളും പരിഹരിക്കുകയാണ്. F5 മൂവ് ചെയ്തുകൊണ്ട് പോണിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുന്നതോടൊപ്പം ക്വീനെതിരെ അറ്റാക്കും കൊടുക്കുന്നു. ഇവിടെ അർജുൻ അടുത്തൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഈ ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം പോൺ വെച്ച് E6 പോൺ എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ പോൺ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ വൈറ്റിൻ്റെ E6 പോണിന് യാതൊരു സപ്പോർട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ ക്വീൻ വെച്ച് പോൺ എടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ പോൺ വെച്ച് ക്വീൻ എടുക്കുകയാണെങ്കിൽ വൈറ്റിനും പോൺ വെച്ച് ക്വീൻ എടുക്കാം. ഈ എക്സ്ചേഞ്ചിൽ വൈറ്റിന് ഒരു പോൺ ലാഭം കിട്ടും. ഇപ്പോൾ റൂക്കിനെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കുന്നതിനായിട്ട് റൂക്ക് വെച്ച് പോൺ എടുക്കുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ഈ G4 പോൺ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുക്കാനും അതിൽ ഒരു റൂക്കിനെ കൂടെ നേടിയെടുക്കുക എന്നതാണ് വൈറ്റിൻ്റെ പ്ലാൻ. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ഈ രണ്ട് എക്സ്ചേഞ്ചിലേക്കും പോകുന്നില്ല. പകരം അറ്റാക്കിൽ നിന്നും
ക്വീനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിന് അടുത്തൊരു പോണിനെ കൂടെ നേടിയെടുക്കാൻ അവസരം കിട്ടുകയാണ്. ക്വീന് വെച്ച് F5 പോണിനെ കൂടെ വെട്ടിയെടുക്കുന്നു. ഇപ്പോൾ വൈറ്റിന് 2 പോണുകളുടെ ലീഡ് ആയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന ക്വീൻ ഇങ്ങോട്ടേക്ക് മാറിയതോടെ വൈറ്റിന്റെ ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനുണ്ടായിരുന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ബ്ലാക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിയാണ് റൂക്കിനെ D2ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ 2 ബിഷപ്പുകളെയും ഫോർക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ റൂക്കിനെ C2ലേക്ക് കൊണ്ടുവന്നാൽ ഈ 2 പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഈ വൈറ്റിന്റെ റൂക്കിന് ക്വീൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ബ്ലാക്കിന് വേഗം ആ ക്വീനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ കഴിയും. അതായത് റൂക്കിനെ F8ലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാം. ഇപ്പോൾ എന്തായാലും വൈറ്റിന് ഈ റൂക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഡയഗണലിൽ തന്നെ തുടരാൻ കഴിയില്ല. ആ ക്വീനോടൊന്ന് മാറുമ്പോൾ ആദ്യം റൂക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് അർജുൻ ഇപ്പോൾ റൂക്ക് വെച്ച് ഈ ബിഷപ്പിനെ സപ്പോർട്ട് ശ്രമിക്കുന്നില്ല. പകരം ബിഷപ്പിനെ D3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഡാർക്ക് സ്ക്വയർ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അടുത്ത 2 മൂവിൽ ചെക്ക്മെറ്റ് ആണ്. ആദ്യം ക്വീൻ വെച്ച് H7 പോയിട്ട് ചെക്ക് വരും. കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ ക്വീൻ H8ലേക്ക് ചെക്ക് വരികയും ചെക്ക്മെറ്റ് ആകുകയും ചെയ്യും. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം ആ പ്രശ്നം പരിഹരിക്കുകയാണ്. G6 മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇനി ഈ ക്വീൻ അറ്റാക്കിൽ നിന്നും എങ്ങോട്ട് തന്നെ മാറിയാലും ബ്ലാക്കിന് റൂക്ക് വെച്ച് ഇത് 2ൽ ഏതെങ്കിലും ഒരു ബിഷപ്പിനെ വെട്ടിയെടുക്കാം. എന്നാൽ അർജുൻ ഇവിടെ അടുത്തൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഈ ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം ക്വീനെ E5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അടുത്ത ഒറ്റ മൂവിൽ ചെക്ക്മേറ്റ് ആണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ഇവിടെ ആനന്ദ് ഒരു ബ്രില്യൻ്റ് മൂവിലൂടെ ഈ പ്രശ്നം പരിഹരിക്കുകയാണ്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ബ്ലാക്ക് ആദ്യം ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിലേക്ക് പോവുകയാണ്. റൂക്ക് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇതോടെ ആ ചെക്ക്മേറ്റ് ഫിഷിനെ ഒഴിവായിട്ടുണ്ട്. വൈറ്റ് ക്വീൻ വെച്ച് തിരിച്ചു വിട്ടുന്നു. അതിനുശേഷം ക്വീനെ G5ലേക്ക് കൊണ്ടുവന്ന് തിരിച്ച് ഒരു ചെക്ക്മേറ്റ് ഫിഷിനെ എടുക്കുന്നു. ഇപ്പോൾ ഈ F2ലെ പോൺ ബിഷപ്പിൻ്റെ പിന്നിലായത് കാരണം ആ പോൺ വെച്ച് ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. വൈറ്റ് G3 ചെയ്തുകൊണ്ട് ചെക്ക്മേറ്റിൽ നിന്ന് ഒഴിവാകുന്നു. ബ്ലാക്ക് ക്വീനെ G4ലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ ക്വീനെ F3ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ഡബിൾ അറ്റാക്ക് കൊടുക്കുകയാണ് ബ്ലാക്കിൻ്റെ പ്ലാൻ. ക്വീൻ F3ലേക്ക് വരുമ്പോൾ ബിഷപ്പിൻ്റെ അറ്റാക്കും വരും. അതുപോലെ ഇവിടെ ഒരു ചെക്ക്മേറ്റ് ഫിഷിനെയും വരും. ഈ 2 പ്രശ്നങ്ങളും വൈറ്റിനെ ഒരുമിച്ച് ഒഴിവാക്കാൻ കഴിയില്ല. ബ്ലാക്കിൻ്റെ പ്ലാൻ മനസ്സിലാക്കൊണ്ട് വൈറ്റ് അത് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ F6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് F3 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. എന്നാൽ ഇതൊരു ഡിഫെൻസിങ് മൂവ് മാത്രമല്ല. ഇവിടെയാണ് ഓരോ ചെസ് പ്ലേയേഴ്സും സ്വന്തം പ്ലാൻ മാത്രം നടപ്പിലാക്കാൻ ശ്രമിക്കരുത്. എതിരാളിയുടെ ഓരോ സാധ്യതകളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകാവൂ എന്ന് പറയുന്നത്. ഇപ്പോൾ വൈറ്റ് ക്വീനെ F6ലേക്ക് കൊണ്ടുവന്നത് ബ്ലാക്കിൻ്റെ ക്വീൻ F3ലേക്ക് വരുന്നത് തടയാനാകും എന്ന് കരുതി ബ്ലാക്ക് ഇവിടെ ഇതേ ചെക്ക്മേറ്റ് തന്നെ മറ്റൊരു രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് സക്സസ് ആവില്ല. അതായത് ഇപ്പോൾ ക്വീനെ F3ലേക്ക് തന്നെ കൊണ്ടുവരണമെന്നില്ല. H3ലേക്ക് കൊണ്ടുവന്നും ബ്ലാക്കിന് ഇതേ ചെക്ക്മേറ്റിന് ശ്രമിക്കാം. എന്നാൽ വൈറ്റിനിവിടെ ഒരു കൗണ്ടർ അറ്റാക്കിന് ചാൻസ് ഉണ്ട്. അതായത് ആദ്യം ക്വീനെ F7ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുക. അതൊരു ഫോർക്കും ചെക്കാണ്. കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ ആ ബിഷപ്പിനെ കൂടെ വെട്ടിയെടുക്കുക. ഇതോടെ ബ്ലാക്കിന് ഒരു ബിഷപ്പ് നഷ്ടപ്പെടുകയും ഈ ചെക്ക്മേറ്റിനുള്ള സാധ്യത ഇല്ലാതാകുകയും ചെയ്യും. ഇനി എക്സ്ട്രാ പീസിൻ്റെ അഡ്വാൻറ്റേജ് ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിന് ഈ ഗെയിം വിജയിക്കാൻ കഴിയും. എന്നാൽ ബ്ലാക്ക് ഇവിടെ അങ്ങനെ ഒരു അവസരം വൈറ്റിന് കൊടുക്കുന്നില്ല. ആദ്യം ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ F8ലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ അർജുന് വളരെയധികം ടൈം പ്രഷറുണ്ട്. എന്നാലും പൊസിഷനിലെ ഏറ്റവും മികച്ച മൂവ് തന്നെയാണ് ചെയ്യുന്നത്. പോൺ വെച്ച് ആ റൂക്കിനെതിരെ അറ്റാക്ക് കൊടുത്തുകൊണ്ട് ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. റൂക്ക് വെച്ച് ക്വീനെ ഇടുന്നു. വൈറ്റ് ഒരു ചെക്കോടുകൂടി പോണിനെ പ്രൊമോട്ട് ചെയ്ത് ക്വീനാക്കി മാറ്റുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് തന്നെ ചെക്ക് ബ്ലോക്ക് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ E2ലേക്ക് കൊണ്ടുവന്ന് ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ ആ എക്സ്ചേഞ്ചിന് ശേഷം ബ്ലാക്കിനുണ്ടായിരുന്ന മേറ്റിന് സാധ്യതകളെല്ലാം ഇല്ലാതാകുകയും വൈറ്റിന് ഗെയിമിലേക്ക് തിരിച്ചു വരാൻ കഴിയുകയും ചെയ്യും. അല്ലാതെ നേരത്തെ കണ്ട പോലെ ക്വീനെ H3ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ചെക്ക്മെൻറ്റിന് ശ്രമിക്കുകയാണെങ്കിലും വൈറ്റിന് ഇത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയും. ഇവിടെ ഇപ്പോൾ E4 സ്ക്വയറിലേക്ക് വൈറ്റിന് ബിഷപ്പിനും ക്വീനും കൺട്രോളുണ്ട്. അതുകൊണ്ട് തന്നെ ബിഷപ്പിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഈ ഡയഗണൽ ക്ലോസ് ചെയ്താൽ മതി. അതുകൂടെ ആ ചെക്ക്മേറ്റ് ഫിഷിനെ ഇല്ലാതാകുകയും വൈറ്റിന് ഗെയിമിലേക്ക് തിരിച്ചു വരാൻ കഴിയുകയും ചെയ്യും. എന്നാൽ ബ്ലാക്കിൻ്റെ അടുത്ത മൂവോടെ വൈറ്റ് തോൽവി സമ്മതിക്കുകയായിരുന്നു. ബ്ലാക്ക് ഇപ്പോൾ ക്വീനെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ക്വീനെ H3ലേക്ക് കൊണ്ടുവരാനോ ശ്രമിക്കുന്നില്ല. ആദ്യം തന്നെ ബിഷപ്പിനെ F3ലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റിന് ഈ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ക്വീനെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ്റില്ല.
ക്വീനെ ഇപ്പോൾ അറ്റാക്കിൽ നിന്നും എങ്ങോട്ട് തന്നെ മാറ്റിയാലും അടുത്ത മൊബൈൽ ബ്ലാക്കിനെ ക്വീനെ h3ലേക്ക് കൊണ്ടുവരാനും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ചെയ്യാനും കഴിയും. എങ്ങനെയെല്ലാം ശ്രമിച്ചാലും ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കൊണ്ടാണ് ഈ പൊസിഷനിൽ അർജുൻ തോൽവി സമ്മതിച്ചത്.